ആശാൻ താമസിച്ചിരുന്ന വീടും അനുബന്ധ സ്മാരക മന്ദിരങ്ങളുമാണ് ഇവിടെയുള്ളത്. കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങളിൽ അതിപ്രധാനമായ സ്ഥാനമാണ് ഇതിനുള്ളത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും 18.5 കിലോമീറ്റർ മാറിയുള്ള തോന്നയ്ക്കലിലെ ആശാൻ സ്മാരകത്തിന് മുന്നിലാണ്. തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്തേക്ക് പോകുന്ന വഴിയിൽ ദേശീയപാതയ്ക്കടുത്തായാണ് തോന്നയ്ക്കലിലുള്ള ഈ ആശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. പാർക്കിംഗ് സൗകര്യമില്ലാത്തതിനാൽ റോഡരികിൽ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനേ ഇവിടെ നിർവാഹമുള്ളൂ. വിശാലമായ പുൽത്തകിടിയും പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമന്റെ ശില്പങ്ങളും ചേർന്ന് മനോഹരവും ശാന്തവുമായ അന്തരീക്ഷമാണ് നമുക്കിവിടെ കാണാനാവുക. കയറി വരുമ്പോൾ തന്നെ ഇവിടെ നാം ആദ്യം കാണുന്നത് സ്വാതന്ത്ര്യ കവാടം എന്നറിയപ്പെടുന്ന ഒരു കവാടമാണ്. ഇവിടെ മഹാകവിയുടെ ഒരു വലിയ ശില്പവും അതിനു ചുറ്റും അദ്ദേഹം രചിച്ച കവിതാശകലങ്ങളുടെ ഓർമ്മപ്പെടുത്തലും കാണാം. മലയാള കവിതയുടെ കാൽപ്പനികതയ്ക്ക് തുടക്കം കുറിച്ച കവിയായിരുന്നു കുമാരനാശാൻ. മാത്രവുമല്ല, അദ്ദേഹം ഒരു സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു. ഈ കാണുന്നത് ഇവിടുത്തെ മ്യൂസിയമാണ്. ഇതിനകത്ത് ക്യാമറ ഉപയോഗിക്കാൻ അനുവാദമില്ല. കുമാരനാശാന്റെ സ്വന്തം കൈയെഴുത്ത് പ്രതികളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, വെയിൽസ് രാജകുമാരന്റെ കയ്യിൽ നിന്നും ലഭിച്ച പട്ടും വളയും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒരാൾക്ക് 20 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക്. അത് കണ്ടിറങ്ങുമ്പോൾ മറ്റൊരു മ്യൂസിയവും ഇവിടെ കാണാം. കുമാരനാശാന്റെ കവിതകളുടെ പെയിന്റിങ്ങുകളാണ് ഇവിടെയുള്ളത്. 100 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്താലേ വീഡിയോ എടുക്കാൻ അനുവാദമുള്ളൂ. കുമാരനാശാന്റെ സമ്പൂർണ്ണ കൃതികളും മറ്റ് എഴുത്തുകാരുടെ കൃതികളും ഇവിടെ നിന്ന് വാങ്ങാൻ കഴിയും. ഏപ്രിൽ 12 ചിറയൻകീഴ് താലൂക്കിൽ അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്തിൽ കായിക്കര ഗ്രാമത്തിലെ തൊമ്മൻ വീളാകം വീട്ടിൽ സംസ്കൃതം അധ്യാപകനായിരുന്ന നാരായണൻ പെരിങ്ങാടിയുടെയും കുടുംബിനിയായ കാളിയമ്മയുടെയും 9 മക്കളിൽ രണ്ടാമനായിട്ടായിരുന്നു കുമാരു എന്ന കുമാരനാശാന്റെ ജനനം. ഇത് കുമാരനാശാൻ തന്റെ യൗവന സമയം ചിലവഴിച്ച വീടാണ്. പടവുകൾ കയറി വരുമ്പോൾ ആദ്യം കാണാനാവുന്നത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വെട്ടുകല്ലിൽ തീർത്ത ഒരു തുളസിത്തറയാണ്. കാലപ്പഴക്കം കാരണം പല ഭാഗങ്ങളും അടർന്നു വീണ് കിടക്കുന്നതാണ് കാണാനാവുക. ഇത് കവി ഉപയോഗിച്ചിരുന്ന കിണറാണ്. ആദ്യം കാണുന്നത് അദ്ദേഹത്തിന്റെ എഴുത്തുപുരയാണ്. ഈ എഴുത്തുപുരയിലിരുന്നാണ് അദ്ദേഹം തന്റെ മഹത്തായ കൃതികൾ രചിച്ചിരുന്നത്. അതിനടുത്ത് കാണുന്നതാണ് അദ്ദേഹം താമസിച്ചിരുന്ന വീട്. ശ്രീനാരായണ ഗുരു ഇവിടം സന്ദർശിക്കുകയും ഈ ഭവനത്തിലിരുന്ന് കുമാരനാശാനുമായി സംവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് കയറാൻ അനുവാദമില്ല. ചുറ്റിനും കെട്ടി തിരിച്ചു വെച്ചിട്ടുണ്ട്. പുറത്തുനിന്നു മാത്രമേ നമുക്ക് കാണാനാകൂ. പണ്ടുണ്ടായിരുന്ന പ്ലാവും ഇവിടെ കാണാൻ കഴിയും. അതിനെയും കോൺക്രീറ്റ് തിട്ട കെട്ടി സംരക്ഷിച്ചിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ മേൽനോട്ടത്തിൽ കുമാരനാശാന്റെ സ്മാരകം അർഹിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് സംരക്ഷിച്ചിരിക്കുന്നത്. പഴമയുടെ പ്രൗഢി ഒട്ടും ചോരാതെ ഓല കൊണ്ട് മേഞ്ഞ മേൽക്കൂരയും
മണ്ണുകൊണ്ടുള്ള ചുമരും ചാണകം കൊണ്ട് മെഴുകിയ തറയും എല്ലാം പണ്ടത്തെ അതേ രീതിയിൽ തന്നെയാണ് സംരക്ഷിച്ചിരിക്കുന്നത്. ജനുവരി 13 മദ്രാസ് സർവകലാശാലയുടെ സെനറ്റ് ഹാളിൽ വെച്ച് വെയിൽസ് രാജകുമാരൻ നൽകിയ സ്വീകരണ ചടങ്ങിൽ കുമാരനാശാന് ലഭിച്ച പട്ടും വളയും ഒരിക്കൽ കളവ് പോയിരുന്നു. കുറെ നാളുകൾക്ക് ശേഷം തിരിച്ചു കിട്ടിയ സ്വർണവളയുടെ ഭാഗങ്ങൾ കൊണ്ട് വള പുതുക്കി പണിഞ്ഞ് ബാങ്ക് ലോക്കറിൽ വെച്ചു. സ്വർണത്തിനു പകരം ചെമ്പ് കൊണ്ടുള്ള മറ്റൊരു വളയും പട്ടുമാണ് ഈ മ്യൂസിയത്തിലുള്ളത് എന്നും പറയപ്പെടുന്നുണ്ട്.